ഇച്ചായ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരെയും ഒത്തിരി സങ്കടത്തിലാക്കിയ ഒരു ന്യൂസല്ലേ നമ്മുടെ ദീപക് ആ ചേട്ടൻ്റെ ഒരു ന്യൂസ്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പേഴ്സണലി ആ സ്ത്രീയോട് ഒരു പുച്ഛം തോന്നി. എനിക്ക് ഒത്തിരി എതിരഭിപ്രായങ്ങളുണ്ട് ആ വീഡിയോയിൽ. ഇച്ചായൻ എന്താണ് പറയാനുള്ളത്? നമ്മൾ അനാവശ്യമായിട്ട് വലിച്ചെറിയുന്ന മാലിന്യങ്ങളിൽ തെറ്റിയാണ് മനുഷ്യന് ശ്വാസം കിട്ടുന്നത്. ഓർക്കുന്നില്ലേ, തിരുവനന്തപുരത്ത് ജോയ് എന്ന സഹോദരൻ നമ്മുടെ മാലിന്യങ്ങൾ അഴുക്കുചാൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയപ്പം അതിൽ മുങ്ങി മരിച്ചത്. അതിൻ്റെ മാലിന്യങ്ങളുടെ ഇടയിൽപ്പെട്ടാണ് മരിച്ചുപോയത്. ഈ കുട്ടിയുടെ ബസ്സിലുള്ള വീഡിയോ ഞാൻ 2-3 തവണ കണ്ട് ആവർത്തിച്ചുകൊണ്ട് അതൊന്നും മനസ്സിലാവുന്നത്, ആ ദീപക് എന്ന സഹോദരൻ തൻ്റെ ബാഗുമായിട്ട് ബസ്സിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന നിൽക്കുന്ന സമയം, തിക്കും തിരക്കുള്ള സമയത്ത് ഈ പെൺകുട്ടി പല ആംഗിളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് വീഡിയോ എടുക്കുകയാണ്. വലതുവശവും കാണാം, ഇടതുവശത്തു നിന്ന് കാണാം. എങ്ങനെയെങ്കിലും ഒന്ന് അതിനെ ഉരസിയിട്ട് ഒരു പ്രീ പ്ലാൻ മുൻപേ നമ്മൾ എഴുതി വെച്ച ഒരു സ്ക്രിപ്റ്റ് പോലെ, എന്നിട്ടത് സമൂഹത്തിന് എറിഞ്ഞു കൊടുക്കുകയും ഇപ്പം എന്തായി, മരിച്ചുപോയില്ലേ, ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയില്ലേ. ഒരു സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ആക്രമണങ്ങളോ ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും തടയപ്പെടേണ്ടതാണ്. ഇനിയിപ്പോൾ ഒരു ജെന്യൂൻ കേസ് ഉണ്ടായാൽ പോലും ഒരു സ്ത്രീക്ക് യഥാർത്ഥമായിട്ട് ഇങ്ങനത്തെ ഒരു അതിക്രമം നേരിടേണ്ടി വന്നാൽ പോലും നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യും, ആരെ വിശ്വസിക്കും? അതാണ് ഓർക്കേണ്ടതേ. എപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അനാവശ്യമായിട്ട് വലിച്ചെറിയുന്ന വ്യർത്ഥ വാക്കുകൾ, അനാവശ്യമായിട്ട് പറയുന്ന വ്യർത്ഥ വാക്കുകൾ, നമ്മുടെ ചില പ്രവൃത്തികൾ, നമ്മളെ ഇടപെടലുകളൊക്കെ നമ്മളെ ചുറ്റുമുള്ളവരെ അത് ഭാരപ്പെടുത്തുന്നുണ്ടോ, അവർക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന രീതിയിലൊക്കെ അത് മാറുന്നുണ്ടോ എന്ന് എപ്പോഴും ആലോചിക്കുക. താങ്ക് യു.